വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവ് എൻ വിജയന്റെ കുടുംബം പ്രിയങ്ക ഗാന്ധിക്കെതിരെ വിമർശനവുമായി രംഗത്ത്. വഴിയരികിൽ കാത്തുനിന്നിട്ടും പ്രിയങ്ക ഗാന്ധിയെ കാണാൻ കഴിയാത്ത അവസ്ഥ വന്നതോടെയാണ് വിമർശനവുമായി വയനാട് DCC മുൻ ട്രഷററുടെ കുടുംബം രംഗത്തെത്തിയത്. കാണാൻ പോലും പ്രിയങ്ക ഗാന്ധി കൂട്ടാക്കിയില്ല. കാണുമെന്ന് PA വന്നറിയിച്ചെങ്കിലും കണ്ടില്ല. കടബാധ്യത 2.5 കോടിക്ക് മുകളിലായി. പ്രിയങ്കയുടെ അടുത്തേക്ക് എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. ആകെ 10 ലക്ഷം രൂപയാണ് നൽകിയത്. കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നു തുടങ്ങി. തങ്ങളുടെ മുമ്പിൽ മരണം മാത്രമാണ് വഴി. തങ്ങൾ ആത്മഹത്യ ചെയ്താൽ ഉത്തരവാദി IC ബാലകൃഷ്ണൻ MLA ആണ്. അവഗണന തുടർന്നാൽ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുമെന്നും മകൻ വിജേഷും മരുമകൾ പത്മജയും മാധ്യമങ്ങളോട് പറഞ്ഞു. കടബാധ്യത തീർക്കാത്തതോടെയാണ് മകൻ വീണ്ടും പരാതിയുമായി എത്തിയതെന്നും ഇരുവരും പറഞ്ഞു. വിഷം അകത്തു ചെന്ന് ചികിത്സയിലായിരിക്കെയാണ് വയനാട് DCC ട്രഷറർ NM വിജയനും മകൻ ജിജേഷും മരിച്ചത്. ഏറെക്കാലം സുൽത്താൻ ബത്തേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു വിജയൻ. വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ പ്രമുഖനായിരുന്നു അദ്ദേഹം. മകൻ ജിജേഷ് ഏറെക്കാലമായി ശാരീരിക പ്രയാസം മൂലം കിടപ്പിലായിരുന്നു. മകന് വിഷം കൊടുത്ത ശേഷം വിജയനും വിഷം കഴിക്കുകയായിരുന്നു എന്നാണ് നിഗമനം. മരണത്തിൽ വയനാട് ജില്ലാ സെഷൻസ് കോടതി കോൺഗ്രസ് നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. IC ബാലകൃഷ്ണൻ, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ തുടങ്ങിയവർക്കാണ് ജാമ്യം ലഭിച്ചത്. വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതിനു പിന്നാലെയാണ് 3 പേർക്കെതിരെയും ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയത്. NM വിജയൻ എഴുതിയ കത്തുകളിലും ആത്മഹത്യാക്കുറിപ്പിലും ഇവരുടെ പേരുകൾ ഉണ്ടായിരുന്നു. ഫോൺ രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചതിനു ശേഷം നേതാക്കൾക്കെതിരെ കേസെടുക്കുകയായിരുന്നു. വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകളാണ് NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിലൂടെ പുറത്തു വന്നത്. IC ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം 7 ലക്ഷം രൂപ വാങ്ങി നൽകി. 2 ലക്ഷം രൂപ തിരികെ നൽകി. ബാക്കി 5 ലക്ഷം രൂപ തന്റെ ബാധ്യതയായി. ND അപ്പച്ചൻ വാങ്ങിയ 10 ലക്ഷത്തിന് താൻ പണയാധാരം നൽകേണ്ടി വന്നു. അത് കോടതിയിൽ കേസായി. ബാങ്ക് ഭരണം പിടിച്ചെടുക്കാൻ നിയമന വാഗ്ദാനം നൽകി 32 ലക്ഷം രൂപ പലരിൽ നിന്ന് വാങ്ങി. നിയമനങ്ങൾ റദ്ദാക്കിയതോടെ പണം തിരിച്ചു നൽകാൻ ലോൺ എടുത്തു. അതിപ്പോൾ 65 ലക്ഷത്തിന്റെ ബാധ്യതയായി. അർബൻ ബാങ്കിലെ മകന്റെ താൽക്കാലിക ജോലി IC ബാലകൃഷ്ണൻ ഇടപെട്ട് കളഞ്ഞുവെന്നാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. NM വിജയൻ ജീവനൊടുക്കിയ സംഭവത്തിൽ KPCC അധ്യക്ഷൻ K സുധാകരന്റെ മൊഴിയെടുത്തിരുന്നു. വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടായിരുന്നു മൊഴിയെടുപ്പ്. സുധാകരന്റെ മൊഴിയെടുക്കുമെന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം അറിയിച്ചിരുന്നു. KPCC നിയോഗിച്ച കമ്മിറ്റിയും വിജയന്റെ മരണം അന്വേഷിച്ചെന്നും തനിക്ക് കിട്ടിയ റിപ്പോർട്ടിൽ കുറ്റം ചെയ്തവരും ചെയ്യാത്തവരുമായ നേതാക്കളുടെ പേരുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. ഈ റിപ്പോർട്ടിൽ പാർട്ടി ആവശ്യമായ നടപടികളെടുക്കുമെന്ന് സുധാകരൻ പ്രതികരിച്ചിരുന്നു.